This is your Rakna once again. Welcome back. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കപ്പയും മത്തിയാണ്. കപ്പയും മത്തിയും സെപ്പറേറ്റ് ആയിട്ടല്ല, കപ്പയും മത്തിയും മിക്സ് ആയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോയുടെ കപ്പ ഇവിടെ നന്നായിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. കപ്പയുടെ മേലെ വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. നമ്മുടെ കപ്പ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു എന്താ പറയുക, മീഡിയം കുക്കായി കഴിഞ്ഞിട്ടാണ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കപ്പ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത് ഇങ്ങനെ ഒരു നല്ലൊരു പരുവായിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം അങ്ങ് കളയാം. അപ്പം കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിയിലേക്ക് പോവാം. നമുക്കിന്ന് ചട്ടിയിൽ വെക്കാം. അപ്പം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന മത്തി ഞാൻ ചട്ടിയിൽ വെക്കുന്നുണ്ട്. നല്ല വലിയ മത്തിയാണ്. അപ്പോൾ ഒരു 5 എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ആ ഒരു ഫിഷിൻ്റെ ചുവ വരണ്ടാന്ന് വെച്ചിട്ട് ഒരു 5 എടുത്തിട്ടുള്ളൂ. നല്ല വലുതാണ് കേട്ടോ. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മത്തി നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴേ ചെറിയൊരു പണിയുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറിയുടെ അത്രയും ഞാൻ ചിരവിയിട്ടുള്ളൂ. അതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ഞാൻ ഇടുന്നത്. ഞാൻ പൊടിച്ച് വെക്കാറാണ് പതിവ്, അതുകൊണ്ടാണ് പൊടിച്ചതിട്ടത്. നിങ്ങളത് ജീരകം ഇട്ടാൽ മതി. അപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ അതിൽ അരഞ്ഞോളും. 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് അരയേണ്ട, നമ്മുടെ കറിക്കൊന്ന് അരയ്ക്കുന്ന പോലെ ഒരുപാട് അങ്ങ് അരയേണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞ് വന്നാൽ മതി. ഇനി നമുക്ക് കപ്പേനെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ സ്മാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് സ്മാഷ് ചെയ്യുന്ന ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ലതായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണിത്. നമ്മുടെ മത്തി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മത്തിയുടെ മുള്ളൊന്നും ഒഴിവാക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പം ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കോക്കനട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി നമ്മളിത് കുക്കായതാണെല്ലാം, അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് ലൂസാക്കണമെങ്കിൽ ലൂസാക്കി കൊടുക്കാം. ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ടേസ്റ്റ് അങ്ങനെയാണ് ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്നുകൂടെ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നേരം തിളയ്ക്കണ്ട, ജസ്റ്റ് ബബിൾസ് ഇങ്ങനെ വന്നാൽ മതി. ഒന്ന് തിള വന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കപ്പയും മത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്യണം. അതിന് മുന്നേ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ബ്ലാക്ക് ടീ ഉണ്ടാക്കട്ടെ. ഇതിന് നല്ല കോമ്പിനേഷനാണ് ബ്ലാക്ക് ടീ വിത്ത് കപ്പയും മത്തി. അപ്പോൾ ഇത് ഞാനൊരു ഇലയിലേക്കാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കപ്പ മത്തി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കപ്പ ബിരിയാണിയിൽ ബീഫാണ്, ഇതിൽ മത്തിയാണ് കേട്ടോ. ഞങ്ങളിതാ 3 പേരും കൂടെ ഒരു ഇലയിലാണ് കഴിക്കുന്നത്. അപ്പം ഇത് ഇലയിൽ വിളമ്പുമ്പം ആ ഒരു ഇല വാടിയ ഒരു ഫ്ലേവറും കൂടെ ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈവനിങ്ങിൽ സ്നാക്സിന് പകരമായിട്ടും നിങ്ങൾക്കിത് ചെയ്യാം. അതല്ലെങ്കിൽ ഡിന്നറിന് അല്ലെങ്കിൽ ചോറിനൊക്കെ ഇത് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ളതും നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
Okay, bye. See you next time. Thanks for watching.